കാരശ്ശേരി മാഷും പ്രശാന്ത് പത്മനാഭനും ക്ഷമിക്കുക. ഇവിടെ മോശം ഒരു പ്രയോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ ശ്രീജിത്ത് പണിക്കറിലേക്ക് തന്നെ പോവുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നാണ് അതിൻ്റെ ശരി. ശ്രീ പണിക്കർ, അങ്ങേക്ക് മറുപടി പറയാം, പക്ഷേ അങ്ങ് മാന്യമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാനങ്ങനെ ഒരു ചർച്ചയിലും അങ്ങനെ മോശമായിട്ട് പെരുമാറാറില്ല. മറ്റുള്ള പാനലിസ്റ്റുകളോടാണെങ്കിലും ഇനി മൂന്നാമതൊരാളിനെ പറ്റി സംസാരിക്കുന്ന സമയത്താണെങ്കിലും മോശമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വാക്കും ഉപയോഗിക്കാറില്ല. അതിശക്തമായിട്ട് വിമർശിക്കാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്, ട്രോളി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള അമാന്യമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ക്ഷമയോടല്ല. ക്ഷമ ഈ ചർച്ചയുടെ ആദ്യം മുതൽ തന്നെ നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു ചർച്ചയിൽ ഒരാൾ മറ്റൊരാളിനെ അഭിസംബോധന ചെയ്യരുതാത്ത രീതിയിൽ സംസാരിക്കുകയും അത് പിന്നീട് തുടർന്നു വന്നിട്ടാണ് തെമ്മാടി എന്നവർ പറയാനുണ്ടായ സാഹചര്യവും. എനിക്ക് ക്ഷമയോട് യാതൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് അവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടാണ്. ശ്രീ കെ സുധാകരൻ അന്ന് പറഞ്ഞതുപോലെ ഇവരൊന്നും ആരാണ് എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഇവർ തന്നെ പറയുന്നു അവർ വക്താവാണ് എന്ന്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നിങ്ങൾ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് അയക്കുന്നത്? ഈ രീതിയിലുള്ള പദപ്രയോഗം നടത്തുന്ന, എതിരായിട്ട് വരുന്ന പാനലിസ്റ്റുകളോട് അഭിപ്രായം ആശയം പറഞ്ഞ് കൈമാറ്റം ചെയ്ത് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവരെ വ്യക്തിപരമായി ഇകഴ്ത്തുന്ന, അവരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന, അവരെ തെറിപ്പദങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സാം പിട്രോഡയുടെ പരാമർശത്തിനെ പറ്റിയോ അധീർ രഞ്ജൻ ചൗധരിയുടെ പരാമർശത്തിനെ പറ്റിയോ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതൊരു ഫാക്റ്റാണ്. ഷമാ മുഹമ്മദിന് മേൽ അവരുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവർക്കെതിരെ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് അവരുമായി മൊഴിയെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കേസ് ചാർജ് ചെയ്തിരിക്കുന്നതിന്റെ FIR നമ്മളെല്ലാം കണ്ടതാണ്. അത് പറയുന്ന സമയത്ത് എന്നെ തെമ്മാടി എന്ന് വിളിക്കാൻ അവർക്ക് എന്താണ് അവകാശം? മറ്റുള്ള ആൾക്കാരും എതിർ രാഷ്ട്രീയക്കാരും പറയുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുകയും ചാനൽ ചർച്ചയിൽ ഒപ്പം വന്നിരിക്കുന്ന ആളിനെ തെമ്മാടി എന്ന് വിളിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ സംസ്കാരമാണോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണോ? ഈ രീതിയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള നാലാം കിട ഭാഷ പറയുന്ന, മറ്റുള്ള ആൾക്കാരെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവുമില്ലാതെ അമാന്യമായ പദങ്ങൾ മാത്രം നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളെ എന്തിന്റെ പേരിലാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ഇങ്ങനെ വക്താവായി വെച്ചിരിക്കുന്നത്? വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണോ? അതിമനോഹരമായി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള, അബിൻ വർക്കിയെ പോലെയുള്ള എത്രയോ നേതാക്കന്മാർ നിങ്ങൾക്കുണ്ട്. അതിനിടയ്ക്കാണോ നിങ്ങൾ ഈ പറയുന്നത് പോലെ നേരെ ഉപയോഗ മലയാളം പറയാൻ അറിയാത്ത, ആ പറയുന്ന മലയാളത്തിൽ മുഴുവനും ചീത്തയും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിടുന്നത്? കോൺഗ്രസ് നേതൃത്വമാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഷമാ മുഹമ്മദ് അല്ല. എനിക്ക് അവർ പറയുന്നത് കേൾക്കുകയും വേണ്ട. ശരി.